ഞാൻ അപ്പുറത്തെ ലോനപ്പൻ്റെ വീട് വരെ വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിള്ളേരൊക്കെ എവിടെ? പെങ്കൊച്ച് അവളുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ടെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. ജോയല് പിന്നെ അറിയാലോ, റൂമിൽ തന്നെ ഇരിപ്പാ. നിങ്ങൾ കുർബാന കഴിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച അല്ലയോ, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയത്. അച്ഛോ ദാ നല്ല ഓംലേറ്റാ. അയ്യോ എൻ്റെ പൊന്നു മറിയിട്ടാ, ഈ ഓംലെറ്റിനെ പേടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്തത് തന്നെ. കൊളസ്ട്രോൾ 320 അച്ഛോ, മുട്ട നല്ല കൊളസ്ട്രോളാ. അങ്ങനെയാണെങ്കിൽ ഈ ഇടവകയിലെ ഏറ്റവും നല്ല കൊളസ്ട്രോൾ ഞങ്ങളുടെ കുടുംബത്തായിരിക്കും. അല്ലേ പപ്പ? അല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരൻ്റെ വീട്ടുകാരെ ഭയങ്കര തിരക്കുള്ള ആളാ. ഏതോ അടിയന്തര മീറ്റിങ്ങിന് പോയതായിരിക്കും. സാർ പെൻഡിങ് ഫയൽസ് ഒക്കെ ഒപ്പിട്ടിട്ടാണോ പോയേ? ജോർജ്, അതൊക്കെ ശരിയാവുന്നേ. അവന് കുറച്ച് ഉത്തരവാദിത്തം വരണമെങ്കിൽ പിടിച്ച് കെട്ടിക്കുന്നേ. എന്നാത്തിന് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ കളയാനോ? അച്ഛൻ ഇപ്പൊ ചെന്ന് പുറത്തോട്ട് ചെന്ന് നോക്കി, അവൻ എന്റെ വണ്ടിയിൽ നിന്ന് പെട്രോൾ ഊറ്റുന്ന കാണാം. അച്ഛനെ എന്നാ അച്ഛോ ഈ പറയുന്നേ? 24 വയസ്സെന്നൊക്കെ പറഞ്ഞ എന്നാ ഉണ്ട്? അവൻ കുഞ്ഞല്ലയോ, കെട്ടാനുള്ള പക്വതയൊന്നും അവനായിട്ടില്ലെന്നേ. ശരിയാ, ഒട്ടും പക്വതയായിട്ടില്ല. അതാ മെറീറ്റയുടെ പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഓ നന്നായിട്ടുണ്ട് കേട്ടോ. പുതിയ കണ്ടന്റ് മോന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? അയ്യോ അതെ, അച്ഛൻ എങ്ങനെ മനസ്സിലായി? അവൻ ആളൊരു മിടുക്കനാ അല്ലേ? ജോർജ്, ഇത് നന്നായിരിക്കുന്നല്ലോ. ശരിക്കും ഇതുപോലെ ഒരെണ്ണം പള്ളിമേടയിലോട്ട് വേണമായിരുന്നു. അച്ഛനോടൊരു മുട്ട ഓംലെറ്റ് കഴിക്കാൻ പറഞ്ഞാൽ മടിയാ. നിങ്ങളൊക്കെ കഴിച്ചാലേ തോടുണ്ടാവൂ. തോടുണ്ടല്ലേ തോണ്ടാക്കുന്നത്. അച്ഛനത് എടുത്തോ, എന്റെ റെയർ പീസാ മുട്ടമയില്. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓ എന്റെ പൊന്നു ജോയലെ, ഒരു രക്ഷയില്ല. നീ ഒരു കൊച്ചുകുട്ടിയാണെന്ന് അവരിപ്പോഴും പറയുന്നത്. കല്യാണത്തിന് മുമ്പ് നിനക്ക് വിവാഹ ക്ലാസ് പോലും വേണ്ടെന്നുള്ള കാര്യം ഈ അച്ഛനല്ലേ അറിയൂ. ഇക്കാര്യം നിനക്ക് ജോലിയാവാതെ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്കതല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് ആ പെങ്കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ജോയലെ, നീ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. അതേ അച്ഛനെ പറയാനുള്ളൂ. അച്ഛോ, ഞാൻ എന്തോ ചെയ്യാന്? അയ്യോ, 5 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷെ ഒരു കയ്യബദ്ധം പറ്റി. കയ്യബദ്ധോ? അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിടെക് കഴിഞ്ഞാ എന്തെങ്കിലും പണി വേണ്ടേ? അച്ഛാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട വേണ്ട, കൊണ്ടുവിടണ്ട. നീ ഇത്രത്തോളം ആക്കിയത് തന്നെ ധാരാളം. എണ്ണ ചൂടായി, ചിക്കൻ ഇട്. നീ കുക്ക് ചെയ്യുമ്പോ ഞാൻ ഇടപെടാറുണ്ടോ? ഇന്ന് എന്റെ ക്രിയേറ്റിവിറ്റി, അതിൽ കയറി ഇടപെടരുത്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്ന് വല്ലതും നടക്കോ? വിശന്നിട്ട് വയ്യ. ഒരു 10 മിനിറ്റ് മോളെ. പപ്പയുടെ നാടൻ ചിക്കൻ പുരട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോരെ പേരിടലൊക്കെ? അത് നീ ഉണ്ടാക്കുമോ? ബെസ്റ്റ്. ഈ മീനും ചിക്കനും അല്ലാണ്ട് വെജിറ്റബിൾസ് കൊണ്ടുള്ള കറിയൊന്നുമില്ലേ? അല്ല, ഇതാരാ ഇതൊക്കെ പറയുന്നേ? നീ എന്ന് മുതലാ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു തുടങ്ങി? ആരാണ് മമ്മി ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അല്ലേ ചോദിച്ചാ? പിന്നല്ലാതെ. നാളെ ബീട്രൂട്ട് കൊണ്ട് കറി ഉണ്ടാക്കണേ മമ്മി. ബീട്രൂട്ടോ? എന്തേ മമ്മി, ബീട്രൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? ബീട്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തെറ്റിയതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ബീട്രൂട്ട് തന്നെ ഞാൻ പറഞ്ഞു. ബീട്രൂട്ടേ ബ്ലഡ് വയ്ക്കാൻ ഭയങ്കര നല്ലതാ. അതുപോലെ എല്ലാ പച്ചക്കറിയിലും വിറ്റമിൻസ് ഉണ്ടല്ലോ, അല്ലേ ചോദിച്ചാ? രണ്ടാളും കേൾക്കാനായിട്ടൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ നോൺ വെജ് അധികം കഴിക്കുന്നത് നല്ലതല്ല. ഓക്കെ? നടക്കട്ടെ നടക്കട്ടെ, വിശക്കണോ? ചോദിച്ചാ, നമ്മുടെ ജെന്നിക്ക് എന്തോ കുഴപ്പമുണ്ട്. പച്ചക്കറി കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കുഴപ്പമാണോ? നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ജെനി ഇപ്പൊ എന്തായാലും ഹാപ്പിയാണ്. നമുക്കത് മതി. സാറേ, എന്തായാലും ഒരു വഴിയുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ഒന്ന് സെറ്റാക്കി തരണേ. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട്. ജോയലിനെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് കമ്പനി വാണ്ട്സ് ഫ്രഷ് കണ്ടന്റ്. ഇഫ് ദ കണ്ടന്റ് ഈസ് ഗുഡ്, ദർ ഇസ് നോ നീഡ് ഓഫ് എനി റെക്കമെൻഡേഷൻ. Sorry sir. Yeah, if the content is not okay, then there is no use of any recommendation from me or anyone. അത് മനസ്സിലായി സാറേ, എൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയത്. Let's see. You'll get a mail by today or tomorrow. സാറേ, മെയിൽ നെഗറ്റീവ് ആണെങ്കിലോ? അങ്ങനെ ചിന്തിക്കാതെ think positive. Hey, how are you? Hi Susan. May I join? Please join, please. Thank you. Susan, this is Joel. He is working on your project. Meet Susan. Hey, nice to meet you. I'm Susan's projectലാണ് നിന്റെ പ്രോജക്റ്റ് പിച്ച് ചെയ്തിരിക്കുന്നത്. How was the meeting? Yes, it was good. We just brought for lunch. Did you enjoy Kochi? Was the stay comfortable? Yeah, it's so nice.
അപ്പായ്ക്ക് എന്തോ വേണ്ടേ? എന്താ വേണ്ടെന്നോ? നീ ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. എന്തോ പറയാന്? ഞാൻ കുറച്ച് ബിസിയാ. എന്നാ ബിസി? നീ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. ഞാനാ പറയുന്നത്. ആ ശരി ശരി, നീ വയ്ക്ക, ഞാൻ സംസാരിക്കാം. വലിയ വഴക്കായിരുന്നാണല്ലോ നിന്റെ മമ്മി വിളിച്ചപ്പോ പറഞ്ഞേ. എന്തോ ആയിരുന്നു? എൻ്റെ പൊന്നങ്കളെ അപ്പയുടെ ഒരു സ്ഥലക്കച്ചവടത്തിന് കമ്മീഷൻ മേടിക്കാൻ എന്നെ ഏൽപ്പിച്ചായിരുന്നു. 30,000 രൂപയായിരുന്നു കിട്ടാനുള്ളത്. 30,000-നകത്തുനിന്ന് ഞാനൊരു 10,000 രൂപ മറിച്ചായിരുന്നു. അയാൾ ഇന്ന് നേരിട്ട് അപ്പയെ കണ്ടപ്പം എല്ലാം അറിഞ്ഞു. അതിന്റെ വേളമാ ഈ കാണിക്കുന്നത്. നിനക്ക് നിന്റെ പപ്പ അറിയാവുന്നതല്ലേ, നീ എന്തിനാ പപ്പയോട് ഈ നുണ മൊത്തം പറഞ്ഞത്? ഇന്ന് കള്ളം പറഞ്ഞതിൻ്റെ ഒന്നുമല്ല, 10,000 രൂപ എടുത്തതിൻ്റെ. എങ്ങനെയല്ലേ ഞാൻ കാശ് കൊടുക്കും? എനിക്ക് അങ്ങനത്തെ കാശൊന്നും വേണ്ട. അങ്ങനൊന്നും പറയരുത്. നിന്റെ പപ്പയ്ക്ക് നിന്നെ ഒരുപാട് സ്നേഹമാ. സ്നേഹമുള്ളവരെ വഴക്ക് പറയൂ. റോസ്ലി എന്നെ വഴക്ക് പറയുന്നത് കേട്ടിട്ടില്ലേ? 24 മണിക്കൂറും വഴക്ക് പറയും. എന്താ കാര്യം? സ്നേഹമുള്ളോണ്ടാ. 2 ദിവസം മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? ഇനി വെള്ളോടി ഞാൻ ചത്തുപോകുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളോടി നിർത്തി. എന്താ കാര്യം? ഞാൻ ചത്തുപോയാ ഇവളാരും നോക്കും? ഇവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് കറണ്ട് പോയാലേ കയ്യിലൊരു പിടി പിടിച്ചാ പിന്നെ വിടത്തില്ല. അവൾക്ക് അത്രയ്ക്ക് പേടിയാ. 2 മക്കളുണ്ട്. വല്ലപ്പോഴും വീഡിയോ കോളിൽ വരും, അല്ലാതെ വേറെ യാതൊരു പ്രയോജനവും ഇല്ല. എടാ ജോയലെ, നിന്റെ പപ്പയുടെ അടുത്ത് നീ എപ്പോഴും കാണണം. അങ്ങർക്ക് നിന്നോട് വലിയ സ്നേഹമാ, അറിയാമോ? എടാ, ഉള്ള സമയത്ത് കുടുംബത്തോടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ജോയലെ, അങ്കിള് നിന്നെ കത്തിവെച്ച് കൊല്ലാണോ? ഞാൻ ആരെയും കത്തിയൊന്നും വെച്ചില്ല. ഞാൻ എന്റെ മോനെ ഒന്ന് ഉപദേശിച്ചതാ. ഹാ, നല്ല ബെസ്റ്റ് ആള്. ദേ, ഇദ്ദേഹം ഉപദേശിച്ച ആരും ഇതുവരെ നന്നായിട്ടില്ല. ദേ കിടക്കണു. ആഹാ, പാചക പരീക്ഷണം നടത്തി പരാജയപ്പെട്ട മട്ടുണ്ടല്ലോ. ഷമീസ് കിച്ചൺ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി വെട്ടിക്കൊണ്ടിരുന്നപ്പോ നെറ്റ് തീർന്നു പോയി. ജോയലെ, ആന്റി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. മോൻ പോവല്ലേ? അയ്യോ വേണ്ട ആൻറ്റി, ഞാൻ ഇറങ്ങും. കഴിച്ചിട്ട് പോടാ. വേണ്ട ആൻറ്റി, നാളെ ഇറങ്ങും. നിങ്ങളെ വിട്ടോ. അവൻ ഇത്ര നേരം ഇവിടെ വന്നിട്ട് എന്താ അവനൊന്നും കൊടുക്കാഞ്ഞേ? ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. അവനിന്ന് വീട്ടിൽ പോയി കഴിക്കട്ടെ. ജോർജ് അവനെ കാത്തിരിക്കുന്നുണ്ടാവും. അതെ, അവൻ എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇത്ര നേരം അതല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ? അതല്ല, വേറെ എന്തോ പ്രശ്നമുണ്ട്. അവന്റെ മുഖം കണ്ടാ അറിയാം.